ഗൈസ്, ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ട്രോള് കണ്ടിട്ട് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഗൈസ്, വേറൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു കാര്യമാണ് ദ ഡീസൽ ബാഗ്. ഡീസൽ വൺ ഓഫ് ദ മോസ്റ്റ് നൊസ്റ്റാലജിക്ക്. എന്തായിരുന്നാലും കുറച്ച് വർഷം മാത്രമേ, പണ്ടൊക്കെ സ്കൂബിയുടെ ബാഗുകളൊക്കെ ആയിരുന്നല്ലോ കൂടുതലും ട്രെൻഡിങ്, പിന്നെ കിറ്റെക്സ് ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറച്ച് വർഷം മാത്രം എന്താ പറയുക നിലനിർന്ന് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു ബാഗായിരുന്നു നമ്മുടെ ഡീസൽ ബാഗ്. ഓക്കെ, ആ ഒരു ജീൻസ് മോഡലിൽ വന്ന ഒരു ബാഗ്, നമ്മുടെ ഇങ്ങനെ ശരീരത്തിലൂടെ ഇങ്ങനെ ഒട്ടിക്കിടക്കുന്ന ആ ഒരു ജീൻസ് ബാഗ് ഇങ്ങനെ താന്ന് കിടക്കണം. ഓക്കെ, അതാണ് എൻ്റെ ട്രെൻഡ്. ഡീസൽ, ആ ഇതും കാണണം ഡീസൽ എന്നുള്ള. അപ്പോൾ അത്രയ്ക്കും വളരെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു ബാഗാണ് ഡീസൽ. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് തന്നെ കുറച്ച് വർഷം മാത്രമേ, എനിക്ക് തോന്നുന്നൊരു മാക്സിമം പോയ ഒരു 5 years, ആ ഒരു എറ മാത്രമേ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിനുശേഷം ഇതിന് ഇമ്പാക്റ്റ് ഉണ്ടാകാൻ കഴിയില്ല. ഇതെന്താ പറയുക, ആരോടും പറയാതെ എന്താ പറയുക, ഇതൊരു എന്താ പറയുക, ആരോടും പറയാതെ ഒളിച്ചോടി പോയതാണ്. എന്ന് പറഞ്ഞാൽ ഈ സ്പോട്ട് ലൈറ്റിൽ നിന്ന് ഇങ്ങനെ മാറിപ്പോയ ഒരു ഡീസലാണ്. ഇപ്പോൾ ഡീസൽ എന്തായിരുന്നാലും ഞാൻ തപ്പി നോക്കിയപ്പോഴേക്കും ഇതൊരു അമേരിക്കൻ ബ്രാൻഡാണ്. പക്ഷേ സംഭവം എന്തായിരുന്നാലും ഈ ഒരു ഡീസൽ ബ്രാൻഡ് ഇപ്പോൾ ഇന്ത്യയിലെ പേറ്റൻ്റ് എടുത്ത് എന്തായിരുന്നാലും ഇന്ത്യയിൽ ഇവിടെ മാനുഫാക്ചറിങ് ചെയ്തിട്ട് എന്നിട്ടാണ് നമുക്ക് ഈ സാധനങ്ങൾ കിട്ടുന്നത്. പക്ഷേ എന്തു പറയാം, അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ പല ലോക്കൽ കമ്പനി ഈ പേരെടുത്തിട്ട് എന്താ പറയുക വീണ്ടും അവരുടേതായിട്ടുള്ള നമ്മുടെ ഈ നൈക്കിൻ്റെയൊക്കെ എടുത്തിട്ടൊക്കെ പല ചാത്തനൊക്കെ ഉണ്ടാക്കില്ല, അങ്ങനെ ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ ആ മോഡലായിരിക്കും നമുക്ക് 100 150 രൂപയ്ക്ക് പണ്ടന്ന് കിട്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ ഡീസൽ ബ്രാൻഡ് എന്തായിരുന്നാലും ഒരിടത്തും പോയിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. പക്ഷേ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു ഈ എന്താ പറയുക ബാഗ് മാനുഫാക്ചറിങ്, ഫാഷൻ മാനുഫാക്ചറിങ്, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇവർക്ക് ഷൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായിരുന്നാലും ഈ വക മാനുഫാക്ചറിങ് ഇപ്പോഴും അവർ എന്താ സജീവമായിട്ട് ഉണ്ട്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലിമിറ്റഡാണ്. എനിക്ക് തോന്നുന്നത് ഇത് 2019 എങ്ങാണ്ട് ഇവർക്ക് എഗെയിൻസ്റ്റ് ഒരു ചെറിയൊരു കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ കേസും കാര്യങ്ങളും വന്ന ശേഷമാണ് തോന്നുന്നത് ഭയങ്കരമായിട്ട് എന്താ പറയുക ഇവർ ബാങ്ക്രപ്റ്റ് കേസ് എങ്ങാണ്ടാണ്. ആ കേസും കാര്യങ്ങൾ വന്ന ശേഷം ഇവരങ്ങ് ഭയങ്കരമായിട്ട് എന്താ പറയുക അങ്ങ് ഡൗൺ ആയി. ഇവരുടെ ഡൗൺഫോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡൗൺഫോളാണ്. പിന്നെ ഒരു കാര്യത്തിന് എന്താ പറയുക, പിന്നെ ഒരു പച്ചൊടിച്ച് വന്നിട്ടില്ല. ഇപ്പോൾ വേറെ പല എന്താ പറയുക ഈ ബാഗ് ബ്രാൻഡ്സൊക്കെയാണ് ഇപ്പോഴത്തെ ഭരണം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡീസൽ ബ്രാൻഡ്. എവിടെയാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അവരിപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ ആ പഴയ ആ ജീൻസ് ടൈപ്പുള്ള ഈ ഡീസൽ ബാഗൊന്നും ഇപ്പോൾ ഇവരെ ഉണ്ടാക്കുന്നില്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു വേറെ വെറൈറ്റീസ് ആയിട്ട് എന്തായിരുന്നാലും എനിക്കത് ഈ ഇപ്പോഴത്തെ ബാഗുകളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, അതൊക്കെ എന്തോ പോരളിയാ. ആ പഴയ ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിൻ്റെ ബാഗ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇല്ല, അവരിപ്പോൾ എന്താ പറയുക നിർമ്മിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഉള്ളതുകൊണ്ട് ഓണം പോലെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് ഗൈസ് എല്ലാവർക്കും ഗൈസ് പീസ് ഔട്ട്.